പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷകൾ ഇന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 4ാമത്തെ ആഴ്ചയാണ് കേട്ടോ. ഇന്ന് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കുട്ടികളുടെ താമസമുള്ള റിട്രീറ്റ് ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ശക്തമായ വിധം അതായത് യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. ഏത് പ്രതികൂലത്തിലാണെങ്കിലും, അത് കുട്ടികളെ സംബന്ധിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ മേഖലയാണെങ്കിലും അതിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥിനികളായിരിക്കുമ്പോൾ തന്നെ യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കത്തക്ക വിധത്തിലൊരു ജീവിത വിശുദ്ധീകരണം ഞങ്ങൾ നടത്തും. ആ രീതിയിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സ്വർഗം ഈ ശുശ്രൂഷയിൽ ഇടപെടുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യൂതിത്തിൻ്റെ പുസ്തകത്തിൽ 13-11. അവിടെ യൂതിത്ത് നമുക്ക് ആ ശത്രുപാളയത്തിൽ നിന്ന് സ്വന്തക്കാരുടെ അടുക്കിലേക്ക് വന്ന് പറയണതാണ്. യൂതിത്ത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു. അതായത് അവരുടെ സ്വന്തം പക്ഷത്ത് വന്നിട്ട് വിളിച്ചു പറയാണ്, തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. തുറക്കൂ, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യൂതിത്തിൻ്റെ ഒരു പ്രത്യാശ നോക്കൂ. അതായത് ഇത് വലിയൊരു അഭിഷേകമാണ് കേട്ടോ. നമ്മളുടെ ജീവിതങ്ങളിലൊക്കെ പ്രിയ, ഒരു കുടുംബത്തിൽ ഒരാളുണ്ടായാൽ മതി, നിങ്ങൾക്ക് ഒരു ദേശത്ത് ഒരാളുണ്ടായാൽ മതി. അതായത് ഒന്നിനെ പുറകെ ഒന്നായി നെഗറ്റീവ്സ് ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ, എൻ്റെ യേശുവിനെ പ്രതികൂലങ്ങൾ എല്ലാം പ്രതികൂലമാണ്, എൻ്റെ മുൻപിൽ ചെങ്കടലാണ്, പക്ഷേ എൻ്റെ ദൈവം എനിക്കൊരു വഴി വെട്ടി തുറക്കും. ഈ ഒരു ബോധ്യമുള്ള ഒരുത്തരുണ്ടായാൽ മതി സഹോദരങ്ങളെ. 10,000-ങ്ങളെക്കാൾ മെച്ചമാണ് അവൻ. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വ്യക്തി, ഒരു യൂതിത്ത്, കർത്താവേ, ഒരു ഡോൺ ബോസ്കോ, കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ മറന്നേക്കരുത്, നമ്മുടെ കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. പ്രിയ സഹോദരങ്ങൾ, ഒരുപാട് പ്രതികൂലങ്ങൾ ശരിക്കും കുട്ടികളുടെ റിട്രീറ്റായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ റിസ്ക്കൊക്കെ എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ആ റിസ്ക് എടുക്കാതെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ ലഭിക്കാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെട്ടാൽ എൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് അത് അപകടകരമാണ്. ആ ഒരൊറ്റ പോയിൻ്റാണ് സഹോദരങ്ങൾ. ഇത് ഒരുപാട് പ്രതികൂലങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾക്കത് ആ കുട്ടികളുടെ മിനിസ്ട്രിക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അതൊക്കെ എടുക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ. കുട്ടികൾക്ക് ഈ ഇതൊരു അനാസ്ഥയാണ്. ആ റിസ്ക് എടുക്കാത്തത് ഒരു അനാസ്ഥയാണ്. അതുവഴി ഒരു കുഞ്ഞ് നശിക്കാനിടയായാൽ ആ ആത്മാവിനെ പ്രതി ഞാൻ എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ കുറ്റക്കാരനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട്, ഇത് അച്ഛൻ മാത്രം നടത്തുന്നൊരു യുദ്ധമല്ല, നിങ്ങളെല്ലാവരും, ഇത് കാണുന്ന സകല മക്കളും ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടാകണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് തുടങ്ങിയൊരു യുദ്ധം ആരംഭിക്കുകയാണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.